നന്മയും അതുപോലെ ഗുരുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഐശ്വര്യവും അടുത്ത തലമുറകൾ ഗുരുദേവൻ ദൈവമാണെന്ന് മൂർത്തേ ഗുരുനാരായൺ കൊളുത്തിനേ അല്പമെങ്കിലുമതിൻ പ്രഭാങ്കുരം സൽപദേയിരുൾ തുരൻ പരമ്യ പദപീഠഭൂവിൽ ഉൽപ്പരിച്ചു തിരുമെയിലെത്തണേ. ബ്രഹ്മണേ മൂർത്തിമതേ ശ്രീകാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ ഭഗവതേ നിത്യശുദ്ധ മുക്തമഹാത്മനേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കുർവതേ ശാന്തൈ കടാക്ഷൈ നിത്യസഞ്ജയാൻ ബ്രഹ്മവിദ്യ കോവിതായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വാദിനാം വാദിനീ വാചം യമാനാം മൗനഭാഗിനേ സർവലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. യസ്യ ന കൽപതേ സിദ്ധൈ പാദാംബുജലജോ ലവഃ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമ്മുടെ തൃശ്ശൂർ SNDP യോഗം തൃശ്ശൂർ യൂണിയൻ്റെ പ്രസിഡന്റ് ശ്രീ IG പ്രസന്നൻ അവർകൾ അദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ ഇതിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത്. ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമുക്കെല്ലാവർക്കും പ്രിയങ്കരനും ആരാധ്യനും നമ്മുടെ തികച്ചും ശ്രീനാരായണ കുടുംബത്തിൽ ജനിച്ച് ഉന്നത പദവിയിലെത്തിയ ഇൻകം ടാക്സ് ജോയിൻറ്റ് കമ്മീഷണർ ശ്രീ ജ്യോതിസ് മോഹൻ അവർകൾ അതിഥിയായി നമ്മുടെ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന നമുക്കെല്ലാവർക്കും സുപരിചിതനും ആരാധ്യനുമായ നമുക്കെല്ലാവർക്കും ജ്യേഷ്ഠ സഹോദരനുമായ നമ്മുടെ യൂണിയൻ്റെ മാർഗദർശിയും കൂടിയായ ശ്രീ KV സാനന്ദൻ ചേട്ടൻ അവർകൾ, വൈസ് പ്രസിഡന്റ് TR റിഞ്ചു അവർകൾ സമർപ്പിച്ച ശ്രീനാരായണ ഗുരുദേവൻ്റെ 98ാമത് സമാധി ദിനാചരണം വളരെ വിപുലമായി തന്നെ പ്രാർത്ഥനയോടും സമൂഹ പ്രാർത്ഥനയോടും അതുപോലെ തന്നെ എല്ലാവിധ പൂജകളും ലോകമെങ്ങും നടത്തി വരികയാണ്. ലോകത്തിലുള്ള എല്ലാ ഗുരുദേവ ക്ഷേത്രങ്ങളിലും മഠങ്ങളിലും ഇതിൻ്റെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഉദ്ഘാടനം കർമ്മം ചെയ്യുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അദ്ദേഹം ഇപ്പോൾ ഗോവ സംസ്ഥാനത്തിലാണ് ഇൻകം ടാക്സ് ജോയിൻറ്റ് കമ്മീഷണറായിട്ട് ജോലി ചെയ്യുന്നത്. നമ്മുടെ പ്രത്യേക ശ്രമം സ്വീകരിച്ച് ഈ ചടങ്ങിന് എത്തിച്ചേർന്ന ഹൃദയംഗമായി ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അതുപോലെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അവരെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സമാധി ദിനാചരണത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഉപവാസവും അതുപോലെ ലോകമെമ്പാടും നമ്മുടെ ഗുരുദേവനെ കുറിച്ചുകൊണ്ട് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഉപവാസവും പ്രാർത്ഥനയും ആണ് നടക്കുന്നത്.
നമ്മളെല്ലാ ശാഖായോഗങ്ങളിലും ഇതേപോലെ തന്നെ ഉപവാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ശാഖായോഗങ്ങളിലും അണിനിരയായി തന്നെ പല സമയങ്ങളിലായിട്ട് 3 മണി വരെ ഇവിടെ ഉപവാസം നടക്കും. അതിൽ എല്ലാവരും എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുന്നു. എന്തുതന്നെയായാലും ഞാൻ അധികം നീട്ടുന്നില്ല. നമ്മളെ ഒരു കാലഘട്ടത്തിൽ മനുഷ്യനായി അംഗീകരിക്കാതിരുന്നൊരു വ്യവസ്ഥിതി നിലനിന്നിരുന്ന കാലത്ത് പ്രവൃത്തി കൊണ്ടും പ്രബോധനങ്ങൾ കൊണ്ടും ആ വ്യവസ്ഥിതിക്കെതിരെ പൊരുതിയ ദാർശനിക സാമൂഹ്യ പരിഷ്കർത്താവും ആചാര്യനുമായിരുന്നു ശ്രീ നാരായണഗുരു. സാർവകാലികവും സാർവദേശീയവുമായ പ്രായോഗിക ആദർശങ്ങളുടെ വക്താവായിരുന്നു ശ്രീ നാരായണഗുരു. തന്നിൽ നിന്ന് അന്യമല്ലാതെ സർവ്വതിനെയും കാണാൻ കഴിഞ്ഞ ഗുരു മനുഷ്യന് മനുഷ്യത്വം എന്ന ജാതിയേ ഉള്ളൂ എന്നറിയാൻ നിലവും കണ്ണും മതിയെന്ന് ഉദ്ബോധിച്ചു. അജ്ഞതയുടെ ഇരുളിൽ നിന്ന് അറിവിൻ്റെ പ്രകാശത്തിലേക്ക്, അറിവിൻ്റെ വികായസിലേക്ക് ഒരു ജനതയെ നയിച്ച ആ ഋഷിതുല്യ വ്യക്തിത്വത്തെ ഞാൻ എൻ്റെ ശിരസ് നമിച്ച് പ്രണമിക്കുന്നു. അവനവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദ്യമായൊരു ആത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നതായി അപരസുഖത്തിനായി അതുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഉപസംഹരിക്കുന്നു. എൻ്റെ യോഗത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടനത്തിന് വേണ്ടി അസിസ്റ്റൻറ്റ് കമ്മീഷണറായിട്ട് തൃശ്ശൂർ ചാർജ് എടുക്കുന്ന സമയം മുതൽ കാണുന്ന പരിചിത മുഖങ്ങളാണ് ഇതെല്ലാം. ഇപ്പോൾ സദാനന്ദൻ പാപ്പനാണെങ്കിലും സംഗീതേച്ചിയാണെങ്കിലും ഞങ്ങൾ പല പ്രോഗ്രാമുകളിൽ പല സ്ഥലത്തായിട്ട്, അത് എൻ്റെ നാട്ടിൽ കോട്ടയത്താവാം, ഇതൊക്കെ എല്ലാം ഒരു നിമിത്തമായിട്ടാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കാണുന്നത്. ഞാൻ ഈ മഹാസമാധി ദിനത്തിൽ അതെല്ലാം ഓർത്തെടുക്കുകയാണ്. കാരണം ഞാൻ ഈ ജോലിയിലേക്ക് കയറുന്നതും തൃശ്ശൂർ എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാവുന്നതും ഒക്കെ ഒരു നിമിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഞാൻ ഗുരുകൃപയാൽ ഗുരു പേരിട്ട ഒരു വല്യമ്മ ജീവിച്ചിരിക്കുന്ന കുടുംബത്തിൽ നിന്നാണ്. സുശീല എന്ന് പേരിട്ട അമ്മ ഇന്ന് എൻ്റെ കുടുംബത്തിൽ ഉമ്മറത്ത് ഇന്നും ആരോഗ്യവതിയായി ഇരിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയ ചാരിതാർത്ഥ്യമുള്ള കാര്യമാണ്. നിങ്ങൾക്കറിയാം, 1927 ജൂൺ മാസത്തിൽ എടപ്പാടിയിൽ പ്രതിഷ്ഠ നടത്തിയതിന് ശേഷം പൂഞ്ഞാറ് മങ്കുഴി ആകൽപാന്ത പ്രശോഭിനി എന്ന അദ്ദേഹം നാമകരണം ചെയ്ത സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ, വേൽ പ്രതിഷ്ഠയാണ് നടത്തിയത്. ആ പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് കൈക്കുഞ്ഞായിരുന്ന എൻ്റെ വലിയച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ജ്യേഷ്ഠ സഹോദരി സുശീല എന്ന് ഗുരു പേരിട്ട് ആ കുടുംബത്തിൻ്റെ ആ വഴിയിലുള്ള ആളാണ് ഞാൻ. അതിൽ ബാഹുലയാഷ്ടവും ജനനി നവരത്ന മഞ്ജരിയും ഒക്കെ എൻ്റെ വിദ്യാഭ്യാസ കാലം തൊട്ടേ നമ്മളുടെ പ്രാർത്ഥനയുടെ ഭാഗമാക്കി തന്നിരുന്നു. അതിനുശേഷം പെരിങ്ങുളം എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്ത് അവിടെ ഗായത്രി കുടുംബ യൂണിറ്റിൻ്റെ ഭാഗമായി എല്ലാ ഞായറാഴ്ചയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവരും ഗുരു എന്താണോ വിവക്ഷിച്ചത് അതനുസരിച്ച് വിദ്യാഭ്യാസപരമായി ഉന്നതിയിലേക്ക് പോവുകയും ആ കുടുംബത്തിന് ഒന്നാകെ അഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ഈ തൃശ്ശൂരിൽ വന്നെത്തുന്നതും തൃശ്ശൂർ ബന്ധപ്പെടുന്നതും ഒക്കെ അതിൻ്റെ ബാക്കി പത്രങ്ങളായി നടക്കുന്നതാണ്. ഇവിടെ വന്നപ്പോഴും ഞാൻ കണ്ടൊരു കാഴ്ച, വളരെ അടുപ്പമുള്ള ഒരു കുടുംബത്തിലേക്ക് ഗുരുസ്വാമി ഇവിടെ എത്തിയ കുറുക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ വരാനും അവിടെ കുറച്ചാൾ താമസിച്ച് ഇവിടെ ജോലി ചെയ്യാനും ഒക്കെ ഉണ്ടായതൊക്കെ ഭാഗ്യം. അതൊക്കെ സ്വാമി തൃപ്പാദാനന്ദ സ്വാമിയൊക്കെ എത്രയോ നാൾ തൃശ്ശൂർ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോഴും. കാരണം ഞാൻ എറണാകുളത്തായിരിക്കുമ്പോഴും അവിടെ നരസിംഹസ്വാമി ആശ്രമം തൊട്ടടുത്താണ്. വളരെ നല്ല ഒരാശ്രമമാണ്. കഴിയുമെങ്കിൽ ഏതെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ പോയി കാണേണ്ട ഒരാശ്രമം തന്നെയാണ്. ട്രഷറർ ശാരദാനന്ദ സ്വാമിയാണ് അതിൻ്റെ ഒരു എല്ലാ മേൽനോട്ടവും വഹിക്കുന്നത്. വളരെ നല്ല രീതിയിൽ വെച്ചിരിക്കുന്ന ആശ്രമത്തിൽ എല്ലാ അവസരങ്ങളിലും പോകാനും പങ്കെടുക്കാനും ഒക്കെ സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ 5 വർഷം ബോംബെയിലായിരിക്കുമ്പോഴും നിങ്ങൾക്കറിയായിരിക്കും, അവിടെ നെരുളിൽ സ്വാമിയുടെ ദന്തം ഉൾപ്പെടെ സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെ സ്വാമിയെ വലിയ ഇവിടെ ഉള്ളതിനേക്കാൾ വലിയ രീതിയിലാണ് ശ്രീനാരായണ മന്ദിര സമിതി എന്നുള്ള ഇതിലും SNDP ആയിട്ടും ഒക്കെ വളരെ നല്ല രീതിയിലാണ് പ്രവർത്തനം. അതുപോലെ ഗുരുവിനെ അത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമാധി 98ാം സമാധി ദിന വേളയിൽ
പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി പലരുടെ മനസ്സിൽ കിടക്കുകയാണ്, ഗുരു ദൈവമാണോ? ഒരു സംശയവും വേണ്ട, ഗുരു ദൈവമാണ് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അതൊക്കെ ജീവിതം കൊണ്ട്, ദൃഷ്ടാന്തം കൊണ്ട് ഞാനത് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ നിന്നുള്ള കൃപ. അതുകൊണ്ട് തന്നെ എൻ്റെ ഏത് വീട്ടിലും ഏത് സ്ഥാപനത്തിലും അതിനേക്കാൾ വ്യക്തമായി പറഞ്ഞത്, വൃത്തി എവിടെയുണ്ടോ ഞാൻ അവിടെയുണ്ട് എന്ന് സ്വാമി വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. പഞ്ചശുദ്ധി പാലിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. അപ്പം എനിക്കൊന്ന് സാധാരണ കുടുംബങ്ങളിലൊക്കെ നമ്മളൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളാണ്. പുറമോടികളുണ്ടെങ്കിലും വൃത്തി ശുദ്ധി കാര്യങ്ങളിലൊന്നും അത്ര ശ്രദ്ധിച്ചൊന്നും വരില്ല. പക്ഷേ അതാണ് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞു. വിദ്യാഭ്യാസം പ്രധാനമാണെന്ന് പറഞ്ഞു. മറ്റ് കാര്യങ്ങളിലേക്ക് പോകാതെ കൃഷി, വ്യവസായം മുതലായവ ചെയ്യുക. പഠിക്കാൻ പ്രായമായുള്ള കുട്ടികൾ പഠനത്തിലൂടെ വിദ്യ കൊണ്ട് നല്ല രീതിയിലേക്ക് പോവുക എന്ന് സ്വാമി വളരെ നമ്മെ കാലത്ത് നേരത്തെ തന്നെ നമുക്ക് വ്യക്തമായ ഒരു മാർഗരേഖ തന്നിരുന്നു. അതിനെ പിന്തുടർന്ന് പോയവരൊക്കെയും എന്താണോ ഗുരു ആഗ്രഹിച്ചത്, സ്വാമി തൃപ്പാദങ്ങൾ എന്താണോ നമ്മളുടെ മുമ്പിൽ കാട്ടിത്തന്നത് അതിലേക്ക് കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയും വരുന്നവരെ കൈപിടിച്ച് ഉയർത്താം. എനിക്ക് തോന്നുന്നു ഈ ഒരു രീതിയിലൊന്നും അല്ലാതെ ഒരു വലിയ ചടങ്ങായി ഇത് സംഭവിക്കട്ടെ. ഇതിപ്പോൾ 98 100ാം സമാധി ദിനമൊക്കെ തൃശ്ശൂർ വലിയ രീതിയിൽ കൊണ്ടാടാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ. കാരണം ഇത് നമ്മളെ ആളാവാനോ ഗുരുവിനെ ആളാക്കാനോ അല്ല, നേരെ തിരിച്ച് ഗുരുവിനെ മനസ്സിലാക്കി ഈ സമൂഹവും ഈ മനുഷ്യകുലവും നന്നാവാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ ഇതൊരു പ്രത്യേക വിഭാഗത്തിൻ്റെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമായി നാട്ടുകാരെ കാണിക്കാനല്ല. നേരെ മറിച്ച് എന്തായിരുന്നു സ്വാമി പറഞ്ഞിരുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ. സ്വാമിയും അങ്ങനെ ഇപ്പം തീർത്ഥാടനത്തിന് അനുമതി നൽകി. ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകി. ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനത്തിന് എത്തുമ്പോൾ സ്വാമി അവിടെ ഉണ്ടാകുമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ സ്വാമിക്കറിയാമായിരുന്നു ആ സമയത്ത് ശരീരം കൊണ്ട് സ്വാമി അവിടെ ഉണ്ടാവില്ല, പക്ഷെ സ്വാമി അവിടെ ഉണ്ടാകുമെന്നും പറഞ്ഞിരുന്നു. വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കഥകളെല്ലാം അറിയാം. കന്നി 5 എന്ന ദിവസം തിരഞ്ഞെടുത്ത് വളരെ രസകരമായ കുറേയധികം കഥകളുണ്ട്. ഞാൻ അത് കൂടുതലും കേട്ടിട്ടുള്ളത് എൻ്റെ സുഹൃത്ത് ബിപിൻ ഷാൻ, കോട്ടയംകാരൻ. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലൊക്കെ അദ്ദേഹം വളരെയധികം ഡീപ്പായി അതിനെക്കുറിച്ച് വായിച്ചു. അതുപോലെ സച്ചിദാനന്ദ സ്വാമിയുടെ സംഭാഷണങ്ങളിലൂടെയും ഒക്കെ നമുക്ക് അതറിയാം. സ്വാമി ആ സമയമാകുമ്പോഴേക്കും ബോധാനന്ദ സ്വാമിയെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയും അദ്ദേഹം പതിയെ രോഹാതുരനാകുന്ന കാര്യത്തും ഞാനിപ്പോൾ ഇത് പോകുന്ന വഴിക്ക് അത് കേട്ടുകൊണ്ടിരുന്ന സമയത്ത് അതിൽ സ്വാമി ഒരു സമയത്ത് അദ്ദേഹത്തിന് ചികിത്സയും കാര്യങ്ങൾ നടക്കുമ്പോൾ ആർക്കും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പ്രവേശനമില്ലാത്ത ഒരു സമയത്ത് PK കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഭക്തൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു മാതള നാരകം നട്ടുപിടിപ്പിക്കുകയും ഇതിലാദ്യമായിട്ടുണ്ടാകുന്ന നാരങ്ങ ഞാൻ സ്വാമിക്ക് കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മാതള നാരകത്തിൻ്റെ ചെടി നടുന്നത്. അതിൻ്റെ ആദ്യത്തെ മാതളപ്പഴം കഴിച്ചപ്പോൾ അപ്പോൾ ഇത് എങ്ങനെ ഞാൻ സ്വാമിക്ക് കൊടുക്കും? അപ്പോൾ സ്വാമിക്ക് കൊടുക്കാനായിട്ട് അതിനെ പിഴിഞ്ഞെടുത്ത് അതിൻ്റെ സത്ത് ജ്യൂസാക്കിയിട്ട് സ്വാമിയെ കാണാനായിട്ട് ചെല്ലും. പക്ഷേ ഈ സമയത്ത് ചികിത്സയിലായിരുന്നതുകൊണ്ട് സ്വാമിയുടെ അടുത്തേക്ക് ആർക്കും പ്രവേശനം കൊടുക്കാതിരിക്കുന്ന സമയമായിരുന്നു. പലപ്പോഴും ചോദിച്ചെങ്കിലും ശിഷ്യന്മാരായ സ്വാമിമാരൊക്കെ പറഞ്ഞു, ഈ സമയത്ത് സ്വാമിയെ ആരും കാണുന്നത് നല്ലതല്ല, സ്വാമി മറ്റ് ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന സമയമാണ് എന്ന് പറഞ്ഞു. സ്വാമി അപ്പോൾ ഉള്ളിൽ അടുത്ത് നിന്ന ശിഷ്യൻ സ്വാമിയോട് പറയുകയാണ്, എനിക്ക് ഒരു മാതളപ്പഴം കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് പറയുന്നു. ഉടനെ ഈ സ്വാമി പുറത്തേക്ക് ഓടി വരുമ്പോഴേക്കും ഈ PK കൃഷ്ണൻ നിന്ന് സ്വാമിമാരോട് യാചിക്കുന്നതാണ് കാണുന്നത്. അപ്പം ഇദ്ദേഹം വന്നിട്ട് പറയുന്നു, സ്വാമിക്ക് മാതളപ്പഴം വേണമെന്ന് പറയുന്നു. അപ്പോഴാണ് അതേ മാതളപ്പഴത്തിൻ്റെ ചാറുമായിട്ട് PK കൃഷ്ണൻ ഇത് ഇവിടെ നിൽക്കുകയാണ്, പൊക്കോട്ടേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇനി ചോദിക്കേണ്ട, അകത്തേക്ക് കടത്തി വിടുമെന്ന് പറയുന്നു. സ്വാമിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്, ഇവിടെ നിന്ന് സ്വാമിയെ കുറച്ച് പരിചരിക്കാൻ ശുശ്രൂഷിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ ചോദിക്കാൻ പേടി, കാരണം വലിയ സെക്യൂരിറ്റിയിലാണ് സ്വാമി ആ സമയം. അപ്പോൾ അവിടെ ചെന്ന് സ്വാമിയുടെ അടുത്ത് നിൽക്കുമ്പോൾ സ്വാമി ചോദിക്കുകയാണ്, കൃഷ്ണന് ചവ്വരി കാച്ചാൻ അറിയാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഓ അറിയാമല്ലോ, എന്നാൽ ഇത്തിരി കാച്ചിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞു. ഇദ്ദേഹം കഞ്ഞി കാച്ചി കൊടുക്കുന്നു. കാച്ചി കൊടുത്ത് കുടിച്ച് കഴിയുമ്പോൾ വളരെ നന്നായിട്ടുണ്ടല്ലോ, ഇവർക്കൊന്നും ഇത് നന്നായി ചെയ്യാൻ അറിയില്ല, അതുകൊണ്ട് നീ ഇവിടെ നിന്നോ എന്നും പറഞ്ഞ്. അപ്പം സ്വാമി ഇവരെല്ലാം മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നത് അതൊക്കെയും മുൻകൂട്ടി അറിയുന്ന, കന്നി എനിക്ക് നല്ല ദിവസമാണെന്ന് നേരത്തെ തന്നെ മുൻകൂട്ടി അറിഞ്ഞ് ഒക്കെ വലിയ നന്മയും അതുപോലെ
ഗുരുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഐശ്വര്യവും ഗുണമായി നമ്മൾ പ്രധാന സ്ഥാനങ്ങളോടുകൂടി ഓരോരു എവിടെ എത്തി നിൽക്കുന്നോ അവിടുന്ന് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ടെന്ന് മനസ്സിലാക്കുക. വരും തലമുറകളിൽ നമ്മുടെ കടമയാണത്, ബാധ്യതയാണത്. അതൊരു പക്ഷേ ഒരു 100 വർഷങ്ങൾക്കിടെ ഇടയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ അതിശയോക്തിയോടുകൂടി കാണാത്തത്. പല കാലഘട്ടങ്ങളും നൂറ്റാണ്ടുകളും കഴിഞ്ഞ് പോയെങ്കിലും ഇന്നും നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഗുരുദേവൻ തന്നെ. ഗുരുദേവൻ ജനിക്കുന്നതിന് മുമ്പും ഗുരുദേവൻ ഉണ്ടായിരുന്നു. പിന്നീട് ഗുരുദേവൻ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഗുരുദേവൻ്റെ സമാധി കഴിഞ്ഞിട്ടും ഗുരുദേവൻ നമ്മളുടെ കൂടെയുണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് ഗുരുദേവൻ നീങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ള ദൈവങ്ങളെല്ലാം മനുഷ്യനായി ജനിച്ച് ദൈവങ്ങളായി മാറിയവരെല്ലാം ഇതുപോലെ തന്നെ ഗുരുദേവനെ പോലെ തന്നെ ഗുരുദേവൻ മനുഷ്യനായി ജനിച്ച് ദൈവമായി മാറി നമ്മളുടെ കൂടെ ദൈവമായി എന്നും നിലനിൽക്കുക. അടുത്ത തലമുറകൾ ഗുരുദേവൻ ദൈവമാണെന്ന് മനസ്സിലാക്കി വിശ്വസിച്ച് ആരാധിക്കുന്ന രീതി വരും എന്നുള്ളത് സംശയമില്ല. മറ്റുള്ള ദൈവങ്ങൾ ഇന്ന് നമ്മൾ കാണുന്നതെല്ലാം അതുപോലെ തന്നെ യേശുക്രിസ്തു ആയാലും മുഹമ്മദ് നബി ആയാലും എല്ലാം അതുപോലെ തന്നെ. പക്ഷേ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ബൈബിള് എഴുതിയത് യേശുക്രിസ്തു അല്ല, ഖുർആൻ എഴുതിയത് നബിയല്ല. എന്നാൽ ഒരുപാട് കൃതികൾ എഴുതിയ നമുക്ക് ലോകത്തിന് മനുഷ്യന് തന്നിട്ടുള്ള ഒരു മഹാത്മാവാണ് ഗുരുദേവൻ. അത്രയും കാര്യങ്ങൾ ജനങ്ങൾക്ക് എങ്ങനെ മനുഷ്യനായി നല്ല രീതിയിൽ ജീവിക്കണം, കുടുംബം എങ്ങനെ നല്ല രീതിയിൽ ജീവിക്കണം, ഓരോ കുടുംബത്തിലുമുള്ള വ്യക്തികൾ അവർ യോജിച്ചു നിന്ന് എങ്ങനെ നല്ല രീതിയിൽ ജീവിക്കണം, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുമുള്ള വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരികയും എഴുതി തരികയും പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുള്ള മഹാഗുരു നമ്മളുടെ ദൈവം തന്നെ. നമുക്ക് പല ഉദാഹരണങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. വലിയ കാര്യമാണ്. ഏതായാലും ഗുരുദേവൻ അടുത്ത ജന്മത്തിൽ, ഗുരുദേവനല്ല നമ്മളുടെ അടുത്ത തലമുറ എന്തായാലും ദൈവമായി ആരാധിക്കുന്ന ഒരു നമ്മൾ ജീവിച്ച് മുന്നേറണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഓരോരുത്തരും സമൂഹത്തിൽ ഓരോരോ സ്ഥാനങ്ങളിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ബ്ലോക്കറായി എനിക്കും പറയാനുള്ളത് അറിവ് ഉണ്ടാക്കിയെടുക്കുക. ആ അറിവിലൂടെയാണ് നമ്മളെല്ലാം നേടാൻ പോകുന്നത്. ഗുരുവിൻ്റെ അറിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃതി രചിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം അത് വായിച്ചു കഴിഞ്ഞാൽ അറിയാം. എല്ലായിടത്തും ഗുരു എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇന്നോണം ജീവിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും. അവർക്ക് യോഗത്തിൻ്റെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഏറ്റവും പ്രിയങ്കരനായ അഡീഷണൽ കമ്മീഷണർ ഇൻകം ടാക്സ് ഓഫീസർ ശ്രീ ജ്യോതിസ് മോഹൻ IPS അവർക്ക് IRS അവർക്ക് വളരെ പ്രിയങ്കരനായ യോഗത്തിലെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ശ്രീ KV സദാന്തകൻ റിലേറ്റ് ഗ്രൂപ്പിൻ്റെ സാരഥിയും ശ്രീനാഥ പ്രസ്ഥാനങ്ങളുമായിട്ട് ഏറെ അടുപ്പവും ബന്ധവും പുലർത്തി വരുന്ന SNDPയുടെ മുൻ പ്രസിഡന്റും കൂടിയായ ശ്രീ KC പ്രകാശൻ അവർക്ക് നിൻ പാവന പാദം ഗുരുനാരായണ നാരായണമൂർത്തേ
ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ ആരായുഗി ധത്വമൊഴിച്ചാതിമഹസിൻ നേരാം വഴികാട്ടും ഗുരുവല്ല പരദൈവം ആരാധ്യനതോർത്തിയിടു ഞങ്ങൾ കവിടുന്ന നാരായണമൂർത്തേ ഗുരു നാരായണമൂർത്തേ നാരായണമൂർത്തേ ഗുരുനാരായണ അകറ്റി ഞങ്ങളുടെ ദുരിതം തീർത്തൊരു ഗുരു ശരണമേ ഗണേ ശരണമേ ഗണേ ശരണമേ ഗണേ ജഗൽ ഗുരു ശരണമേ ഗണേ ശരണമേ ഗണേ ശരണമേ ഗണേ ജഗൽ ഗുരു ഒരു ജാതി ഒരു മതമെന്നുള്ളൊരു തിരുവചനമൊതിപ്പിച്ചു പെരിയ കൂരിരുൾ അകറ്റി ഞങ്ങളെ ദുരിതം തീർത്തൊരു ജഗൽ ഗുരു ശരണമേ ഗണേ ശരണമേ ഗണേ ശരണമേ ഗണേ ജഗൽ ഗുരു ശരണമേ ഗണേ ശരണമേ ഗണേ ശരണമേ ഗണേ നരജന്മീകളം സഹചാരേവരും ഒരു ജാതി എന്നറിയിച്ചു തിരുമേനിമാരാം നരപാലർ തന്റെ ഇരുൾ മൂടും ചിന്ത മറയിച്ചു തൊട്ടെണ്ണും പൊരുളും ദൃക്കു പോലുള്ള നിന്നില സ്പന്ദമാകണം അന്നവസ്ത്രാദിമാദേ തന്നുരക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ആഴയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും മഹിമയും നീയുമെന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടികാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും മൊഴിയുമോർക്കി അകവും പുറവും തികഞ്ഞും മഹിമാപദം പുകഴ്ത്തുന്നു ഞങ്ങളെ ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക
ആഴമേറും നിൻ മഹത്വം ആഴിയിൽ ഞങ്ങളാകെ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ചേരാരുചാമൃതി ഭയമേഴാശുദ്ധ യേശോ നിർവാണത്തിൽ അടഞ്ഞ സദ്ഗുരു ജയനാരായണ ഗുരുസ്വാമിൻ ദേവ ജയ ഭഗവാനേ ജയ ജഗദ്ഗുരു. ചേരാരുചാമൃതി ഭയമേഴാശുദ്ധ യേശോ നിർവാണത്തെ അടഞ്ഞ സദ്ഗുരു ജയനാരായണ ഗുരുസ്വാമിൻ ദേവ ജയ ഭഗവാനേ ജയ ജഗദ്ഗുരു. തവ വിയോഗാർത്തി പരിതപ്തർഭവത് കൃതകപുത്രരാം അനേകലക്ഷങ്ങൾ ഒഴുകും കണ്ണീരാൽ ഉദകം വീഴ്ത്തുന്നു മലയാളക്കര മുഴുവൻ സദ്ഗുരു. ജയനാരായണ ഗുരുസ്വാമിൻ ദേവ ജയ ഭഗവാനേ ജയ ജഗദ്ഗുരു. മനോവിജയത്തിൻ തികവാൽ ദിവ്യമാം ഒളിചിതറുമാ തിരുമുഖമിനി ഒരു നാളും ഞങ്ങൾ ഒരു കണ്ണു കാണാൻ കഴിയതായല്ലോ പരമ സദ്ഗുരു. ജയനാരായണ ഗുരുസ്വാമിൻ ദേവ ജയ ഭഗവാനേ ജയ ജഗദ്ഗുരു. കൃപയും ജ്ഞാനവും ഫലിതവും കൂടും മധുര പാവന മനോജ്ഞവാണികൾ ചൊരിയുമാവൻ വിരളതായെന്നു സഖിയുന്നെങ്ങനെ പരമസദ്ഗുരു. ജയനാരായണ ഗുരുസ്വാമിൻ ദേവ ജയ ഭഗവാനേ ജയ ജഗദ്ഗുരു. ഗ്രഹം വസ്ത്രം ദേഹം അശനമാശ്രയം ഇതുകളിൽ ഞങ്ങൾ പരമശുദ്ധിയെ സ്വയമനുഷ്ഠിക്കാൻ പറയാതോതുമ തിരുസന്നിധാനം അലഭ്യമായല്ലോ. ജയനാരായണ ഗുരുസ്വാമിൻ ദേവ ജയ ഭഗവാനേ ജയ ജഗദ്ഗുരു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്നുള്ളൊരു സ്വതന്ത്രവാക്യത്താൽ മതനിഷേധവും മതസ്ഥാപനവും പരിചിൽ സാധിച്ച പരമസദ്ഗുരു. ജയനാരായണ ഗുരുസ്വാമിൻ ദേവ ജയ ഭഗവാനേ ജയ ജഗദ്ഗുരു. ഭരതഭൂമിയെ വിഴുങ്ങും ജാതിയോൾ അടരിനായി ഭവാൻ അണിനിരത്തിയ വലിയ സേനകൾ പടനായകൻ പോയി വിഷമിക്കുന്നല്ലോ
പരമസദ്ഗുരു ജയനാരായണ ഗുരുസ്വാമിൻ ദേവ ജയനാരായണ ജയ ജഗദ്ഗുരു വിമലത്യാഗമേ മഹാസന്യാസമേ സമതബോധത്തിൻ പരമപാദമേ ഭുവന ശുശ്രൂഷേ അഴുതാലും നിങ്ങൾ കേഴുന്ന വിഗ്രഹം വിലയമാണ്ടുപോകും ജയനാരായണ ഗുരുസ്വാമിൻ ദേവ ജയ ഭഗവാനേ ജയ ജഗദ്ഗുരു ത്രികരണ ശുദ്ധി നിദർശനമായി പ്രതിദാംബവൻ ചരിതം ഞങ്ങൾക്ക് ശരണമാകണേ